രാധേ രാധേ. അസുര രാജാവായ വൃഷപർവാവിന്റെ മകളാണ് ശർമ്മിഷ്ഠ. അസുര ഗുരുവായ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി. ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ഇവർ കാട്ടിലേക്ക് പോകും. അവിടുത്തെ കാട്ടരുവിയിൽ കുളിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ കുളിച്ചു കഴിഞ്ഞിട്ട് ഇവര് വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് വരുമ്പോഴേക്കും ഇന്ദ്രൻ ഒരു കാറ്റിന്റെ രൂപത്തിൽ വന്നിട്ട് ഈ വസ്ത്രങ്ങൾ പറത്തിക്കൊണ്ടുപോകും. അപ്പൊ ഈ വസ്ത്രങ്ങൾ ഇവർ ഓടിപ്പോയി മാറിയാണ് ഉടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഈ പെരുമ്പറിന് അവർ തമ്മിൽ വഴക്കൂടിയിട്ട് ശർമ്മിഷ്ഠ ദേവയാനി ഒരു പൊട്ടക്കിണറ്റിലോട്ട് തള്ളിയിടും. എന്നിട്ട് ശർമ്മിഷ്ഠ അവിടെ നിന്ന് പോവുകയും ചെയ്യും. ദേവയാനി അപ്പോൾ ആ കിണറ്റിൽ കിടന്ന് ഭയങ്കര കരച്ചിൽ തുടങ്ങും. എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് അതിസുന്ദരനായ യുവാവ്, ഒരു രാജാവ് വരും. ആ രാജാവിന്റെ പേരാണ് യയാതി. ആ യയാതി ദേവയാനിയെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തും. ദേവയാനിക്ക് അയാളെ ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനായ ശുക്രാചാര്യരോട് അയാളെ വിവാഹം കഴിച്ചു തരണം എന്ന് പറയുന്നു. അങ്ങനെ ശുക്രാചാര്യർ ദേവയാനിയുടെയും യയാതിയുടെയും വിവാഹം നടത്തി കൊടുക്കും. അപ്പോൾ ശർമ്മിഷ്ഠ നമ്മുടെ ദേവയാനിയെ കിണറ്റി തള്ളിയിട്ടില്ലേ, അതിന്റെ തക്ക ശിക്ഷയായിട്ട് ശർമ്മിഷ്ഠ ആയുഷ്കാലം ദേവയാനിയുടെ ദാസിയായി കഴിയേണ്ടി വരും. അങ്ങനെ ദേവയാനിക്കും യയാതിക്കും 2 മക്കളും ഉണ്ടാവും. അപ്പൊ ഈ സമയത്ത് സൂത്രക്കാരിയായ ശർമ്മിഷ്ഠ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യയാതിയെ പാട്ടിലാക്കി യയാതിയെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ യയാതി ശർമ്മിഷ്ഠയും വിവാഹം കഴിക്കും. അപ്പൊ ഈ സമയം ദേവയാനിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് തന്നെ ചതിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഈ വിവരം അച്ഛനായ ശുക്രാചാര്യോട് പറയും. അപ്പൊ ശുക്രാചാര്യര് യയാതിയെ വിളിച്ചിട്ട് സത്യം ചോദിക്കും. അപ്പൊ ഒടുക്കം യയാതിക്ക് സത്യം തുറന്നു പറയേണ്ടി വരും. അപ്പൊ ദേഷ്യം വന്നിട്ട് തന്റെ മകളെ ചതിക്കുകയായിരുന്നല്ലോ ഈ രാജാവ് യയാതി എന്ന് മനസ്സിലായിട്ട് ശുക്രാചാര്യ ശപിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ യുവകോമളനായ അതിസുന്ദരനായിരുന്ന യയാതി അപ്പൊ തന്നെ പടുവൃദ്ധനായി മാറും. ജരാനരകളൊക്കെ ബാധിച്ചിട്ട് പടുക്കിളവനായി മാറും. അപ്പോൾ യയാതിക്ക് സങ്കടം വന്നിട്ട് യയാതി ശാപമോക്ഷത്തിന് വേണ്ടി ചോദിക്കും. അങ്ങനെ ശുക്രാചാര്യ അപ്പൊ ശാപമോക്ഷം കൊടുക്കും. എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിനക്ക് നിന്റെ വാർദ്ധക്യം ആർക്കെങ്കിലും വെച്ച് മാറാം അവരുടെ യൗവനവുമായിട്ട് എന്ന് പറയും. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ യയാതിക്ക് 5 മക്കളാണുള്ളത്. ശർമ്മിഷ്ഠയില് 3 മക്കളും ദേവയാനിയിൽ 2 മക്കളുമാണുള്ളത്. അപ്പൊ മൊത്തം 5 മക്കൾ. ഈ 5 മക്കളെ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ യൗവനം തരാമോ? ഞാൻ എൻ്റെ വാർദ്ധക്യം തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ യൗവനം തിരിച്ചു തരാം എന്ന് പറയും. അപ്പൊ ആരും സമ്മതിക്കത്തില്ല. അവസാനം ഏറ്റവും ഇളയ മകനായ പൂരു സമ്മതിക്കും. അങ്ങനെ യയാതി തന്റെ വാർദ്ധക്യം മകനായ പൂരുവിന് കൊടുക്കും. എന്നിട്ട് പൂരുവിന്റെ യൗവനം ഏറ്റുവാങ്ങും. അങ്ങനെ 1000 വർഷത്തേക്കായിരുന്നു അവരുടെ കൈമാറ്റം, ആ കരാർ. അങ്ങനെ 1000 വർഷം ഈ യയാതി ഭാര്യമാരോടും മക്കളോടും കൂടി രാജ്യമൊക്കെ ഭരിച്ച് സന്തോഷപൂർവ്വം കഴിഞ്ഞു. അങ്ങനെ 1000 വർഷങ്ങൾക്ക് ശേഷം മകനായ പൂരുവിന് തിരിച്ച് യൗവനം കൊടുത്തിട്ട് പൂരുവിന്റെ കയ്യിൽ നിന്ന് വാർദ്ധക്യം ഏറ്റുവാങ്ങി. എന്നിട്ട് പൂരു സന്തോഷപൂർവ്വം യൗവനത്തോടുകൂടി യുവാവായി കഴിഞ്ഞു. യയാതി അപ്പം വാർദ്ധക്യം ബാധിച്ച് ജരാനരകൾ ബാധിച്ച് കഴിയുകയും ചെയ്തു. രാധേ രാധേ.